ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നൗറാസ് ഫുഡ് കോർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പിയുമായാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മിൽക്ക് മെയ്ഡ് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പാൽപ്പൊടി കൊണ്ടാണ് ഞാൻ ഈ മിൽക്ക് മെയ്ഡ് തയ്യാറാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. പാൽ കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ ഇത് ഐസ്ക്രീമിനും കേക്കിനും ഡെസേർട്ടിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മിൽക്ക് മെയ്ഡാണ്. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഏത് ബ്രാൻഡിൻ്റെ പാൽപ്പൊടി വേണമെങ്കിലും നമുക്കിതിന് യൂസ് ചെയ്യാം. കൂടെ തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. കൂടി പോകരുത്, കറക്റ്റ് 1/2 ടീസ്പൂൺ തന്നെ എടുക്കണം. ഇനി നമുക്ക് 1 പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം 1/2 കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് തിളച്ച വെള്ളം വേണ്ട, എന്നാലും നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ കലക്കി വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വയ്ക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിനേക്കാളും അല്പം താഴ്ത്തി ഫ്ലെയിം വെച്ചാൽ മതിയാകും. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കൈ വിടാതെ തന്നെ ഇളക്കണം. കട്ട കെട്ടാൻ പാടില്ല. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങി ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നെയ്യും കൂടെ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ 2-3 മാസം വരെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ കുറുക്കിയെടുക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. Thank you for watching.